ഇതുപോലെ ഡാമേജ് ആയ സ്പീക്കർ, ബൂഫർ, സബ് ബൂഫർ ഇതൊക്കെ എങ്ങനെയാണ് നന്നാക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്പീക്കറുകളുടെയും ബൂഫറുകളുടെയൊക്കെ കോൺ പേപ്പറാണ് ഡാമേജ് ആയി പോയേക്കുന്നതെങ്കിൽ ഈ കാണുന്ന പോലുള്ള കോൺ പേപ്പർ, അതുപോലെ ഡസ്റ്റ് ക്യാപ്പ് ഇതെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു 6 ഇഞ്ചിൻ്റെ ബൂഫറിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കോൺ പേപ്പറിന് 15 രൂപയാണ് ആയത്. ഈ കാണുന്ന പോലുള്ള ഡസ്റ്റ് ക്യാപ്പിന് 5 രൂപയ്ക്കേ ഉള്ളൂ. അതുപോലെ സ്പീക്കറുകളിലൊക്കെ കോയിലും അതുപോലെ സ്പൈഡർ ഇതെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു സ്പീക്കറിൻ്റെ കോൺ പേപ്പർ ചേഞ്ച് ചെയ്ത് കാണിക്കാം. ഇതിൽ ഈ പഴയ പേപ്പറെല്ലാം ഡാമേജ് ആയി പോയതാണ്. അപ്പോൾ ആദ്യമേ പഴയ പേപ്പറെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി കളയുക. ഇനി അടുത്തായിട്ട് ഈ സൈഡിൽ കൂടെ ഉള്ള ഈ റബ്ബർ ബീഡിങ് ഇത് പൊക്കിയെടുക്കുക. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനുള്ളതാണ്. ഇനി ഈ റൗണ്ട് ഫ്രെയിമിൻ്റെ സൈഡിൽ കൂടെ എല്ലാം പഴയ പേപ്പർ ഒട്ടിച്ചതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ കാണും, അതെല്ലാം ക്ലീൻ ചെയ്ത് കളയണം. ഇനി നമുക്ക് ഈ ഒരു സ്പീക്കർ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ഈ ഒരു കോൺ പേപ്പർ ഈ ഒരു കോയിലിൻ്റെ മുകളിൽ ഈ കാണുന്ന പോലെ വെച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് കോൺ പേപ്പർ കറക്റ്റ് സീറ്റിംഗ് ആവുന്നില്ലെങ്കിൽ ഈ ഒരു കോൺ പേപ്പറിൻ്റെ അറ്റം കുറച്ച് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ ഒരു കോൺ പേപ്പർ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇത് കറക്റ്റ് സീറ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇതിന് പശയിട്ട് ഒട്ടിച്ചാൽ മതി. ഇനി ഈ ഒരു കോൺ പേപ്പറൊക്കെ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഈ കാണുന്ന പോലത്തെ ഫെവി ബോണ്ട് പശ ഉപയോഗിച്ചാൽ മതി. ഇതിന് ചെറിയ ട്യൂബിന് 15 രൂപയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോയിലിൻ്റെ റിങ് പോലെയുള്ള ഈ ഒരു പോർഷനിൽ ചുറ്റിനും നന്നായിട്ട് പശയിടുക. ഇനി ഈ ഒരു ഫ്രെയിമിന് ചുറ്റും നന്നായിട്ട് പശയിടുക. ഇനി അടുത്തായിട്ട് ഈ ഒരു പേപ്പറും കൂടെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പതിയെ. ഇനി ഈ കാണുന്ന പോലെ സെൻറ്ററിലും കുറച്ച് പശയിട്ട് കൊടുക്കണം. ഇനി അടുത്തായിട്ട് ഈ ഒരു ഫ്രെയിമിന് ചുറ്റും ഒന്നുകൂടി പശയിടുക. ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഈ റബ്ബർ ബീഡിങ്ങും ഒട്ടിച്ചെടുക്കുക. ഇനി ഫൈനലായിട്ട് ഈ ഒരു ഡസ്റ്റ് ക്യാപ്പും കൂടെ സെൻറ്ററിൽ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്പീക്കറുകളിലെയും ബൂഫറുകളിലൊക്കെ പേപ്പർ ചേഞ്ച് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അടുത്തൊരു വീഡിയോയിൽ ഇങ്ങനെയുള്ള സ്പീക്കറുകളിലൊക്കെ കോയിൽ ചേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സ്പീക്കർ ഫൈനലായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.